മൃദുവായി നാദം തൊടുമ്പോൾ അധരം നിൻ സ്തുതി പാടും. 5 അപ്പം 5000 പേർക്കായിട്ട് വിഭജിക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ച് കേൾക്കുന്നത്. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെന്ന് യേശു വാശി പിടിക്കുമ്പോൾ ശിഷ്യന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതെങ്ങനെ സാധിക്കും, ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ നമുക്ക് തികയില്ലല്ലോ. അവസാനം നിങ്ങളിൽ എന്തുണ്ടെന്നൊരു ചോദ്യം വരുമ്പോൾ ഞങ്ങളിൽ ഒന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി അവർ കാട്ടിയത് ഒരു കുഞ്ഞു ബാലനെയാണ്. അവൻ്റെ കയ്യിൽ ഉള്ള കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. അവൻ്റെ കയ്യിൽ 5 ബാർലിയപ്പത്തിൻ്റെയും 2 മീനിൻ്റെയും കണക്ക് പറഞ്ഞുകൊണ്ട് അവിടെ അവരുടെ കയ്യിൽ എന്തുണ്ടെന്ന് അവർ തെളിയിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് യേശു സ്തോത്രയാഗ പ്രാർത്ഥന ചൊല്ലി കണ്ണുകളുയർത്തി പ്രാർത്ഥിക്കുന്നതാണ്. ഇതിനിടയിൽ എന്ത് സംഭവിച്ചു? അതാണ് നമ്മളേക്ക് ധ്യാനിപ്പിക്കേണ്ടത്. കയ്യിൽ എന്തുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തിരുന്ന ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ 5 ബാർലിയപ്പത്തെയും 2 മീനിനെയും ചൂണ്ടിക്കാണിക്കുന്ന ശിഷ്യന്മാർക്ക് പിന്നീട് എന്താണ് അവർ ചെയ്തത്? തീർച്ചയായിട്ടും സംഭവിക്കാൻ സാധ്യതയുള്ളത് ആ കുഞ്ഞിനോട് ചെന്ന് അവർ ചോദിച്ചിട്ടുണ്ടാകും, ഇവർക്കെല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം, അതുകൊണ്ട് നിൻ്റെ 5 ബാർലിയപ്പവും 2 മീനും ഞങ്ങൾക്ക് തരണം. യേശു ചോദിക്കുകയാണ്, നിൻ്റെ ഈ ബാർലിയപ്പവും 2 മീനും. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ട്രസ്റ്റ് ഉണ്ടായത് ആ കുഞ്ഞിനാണ്. ഇത് ശിഷ്യന്മാർ പോയി ആ കുഞ്ഞിനോട് പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് സന്തോഷപൂർവ്വം അവൻ്റെ കയ്യിലുള്ളതെടുത്ത് കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഇതെന്താകാനാണ്? പക്ഷേ ആ കുഞ്ഞ് ചോദിച്ചില്ല. ഒരു കുഞ്ഞു കുട്ടിക്ക് യേശുവിന് എവിടേക്കോ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ക്രിസ്തുവിന് അസാധ്യമായ ചില കാര്യങ്ങൾ ചെയ്യാനാകുമെന്ന് ആ കുഞ്ഞുകുട്ടി കണ്ണും പൂട്ടി വിശ്വസിച്ചു. അതുകൊണ്ട് അവനൊരു കാര്യം അറിയാം, അവൻ്റെ കയ്യിലെ ഈ 5 ബാർലിയപ്പത്തെയും 2 മീനും നഷ്ടപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെ, എന്തുണ്ട് എന്ന് ചോദിച്ച ശിഷ്യന്മാർ എവിടെ നിൽക്കുന്നു? കയ്യിലുള്ളത് കൊടുത്തിട്ട് വെറും ഒരു സാധാരണക്കാരനെ പോലെ നോക്കി നിന്ന് ആ കുട്ടി എവിടെ നിൽക്കുന്നു? ചിലയിടങ്ങളിലൊക്കെ വേണ്ടത് കണ്ണും പൂട്ടിയുള്ള ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിനിടയിൽ സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ വെറും കാഴ്ചക്കാരായി ഇരുന്നാൽ മാത്രം മതി. ഇന്ന് ഈ ഭൂമിക്ക് ആവശ്യം ഇങ്ങനൊരു ട്രസ്റ്റാണ്. ദൈവത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിശ്വസ്തതയ്ക്കിടയിൽ വളരെ അത്യാവശ്യമായി നമുക്ക് വേണ്ടത് ഈ ട്രസ്റ്റാണെന്ന് തോന്നുന്നു. ചില കാര്യങ്ങളൊക്കെ നമ്മളും ചോദിക്കും, ഇതുകൊണ്ട് എന്താകാനാണ്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാണ്? ആ സമയത്ത് ക്രിസ്തു ചോദിക്കുന്ന ഒരു ചോദ്യം, കയ്യിലെന്താ ഉള്ളത്? കയ്യിലെന്തുണ്ട് എന്നൊരു ചോദ്യത്തിനിടയിൽ ചിലപ്പോൾ കയ്യിലൊന്നും കാണില്ല, ചൂണ്ടിക്കാണിക്കാൻ അടുത്തുള്ളവൻ്റെ കയ്യിൽ എന്തെങ്കിലും ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ മതി, അതിൽ നിന്ന് വലിയ അത്ഭുതങ്ങളുണ്ടാകുമെന്ന് ഇന്നത്തെ ഗോസ്പൽ നമ്മളെ പഠിപ്പിക്കും. ജീവിതത്തിലെ ചില വലിയ ദുഃഖങ്ങളുടെയും സങ്കടങ്ങളുടെയും ഇടയിൽ എന്തുണ്ടെന്ന ചോദ്യത്തിന് ഒന്നുമില്ല എന്ന് പറയാതിരിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ടാകണം. ആ ചൂണ്ടിക്കാണിക്കാനുള്ള നമ്മളുടെയൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയൊക്കെ ചെറിയ അടയാളങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹം അപ്പമായി മുറിയുന്നിതാ, ത്യാഗം സ്നേഹമായി മാറുന്നിതാ, സഹനങ്ങളാനന്ദമാകുന്നിതാ, നോവുകൾ മധുരമായി തീരുന്നിതാ. ഈ യാഗവേദിയിൽ എന്നേശുനാഥൻ തൻ ജീവനെ പോലും നൽകുന്നിതാ. സ്നേഹം അപ്പമായി മുറിയുന്നിതാ, ത്യാഗം സ്നേഹമായി മാറുന്നിതാ, സഹനങ്ങളാനന്ദമാകുന്നിതാ, നോവുകൾ മധുരമായി തീരുന്നിതാ. ഈ യാഗവേദിയിൽ എന്നേശുനാഥൻ തൻ ജീവനെ പോലും നൽകുന്നിതാ. സ്നേഹത്തിനർത്ഥം ഞാൻ കാണുന്നിതാ ഈ തിരുവോസ്തിയിൽ, ത്യാഗത്തിനാഴം ഞാൻ അറിയുന്നിതാ ഈ ദിവ്യ കൂദാശയിൽ.
നിനക്കായി നൽകാം ഈ സ്നേഹകൂദാശയിൽ. അഭയം നാഥനിലെന്നാ മഹിയിൽ ഭാഗ്യമതല്ലോ. ഓരോ നിമിഷവുമെന്നിൽ സ്നേഹം തൂകിടും നാഥൻ. ആരും നൽകാത്ത സ്നേഹം നാഥൻ നൽകിയിടും. സ്നേഹം അപ്പമായി മുറിയുന്നിതാ, ത്യാഗം സ്നേഹമായി മാറുന്നിതാ. സഹനങ്ങളാനന്ദമാകുന്നിതാ, നോവുകൾ മധുരമായി തീരുന്നിതാ. ഈ യാഗവേദിയിൽ എന്നേശുനാഥൻ തൻ ജീവനെ പോലും നൽകുന്നിതാ. നാഥൻ വരുമ്പോൾ ജന്മം ധന്യമായി തീരും. മൃദുവായി നാഥൻ തൊടുമ്പോൾ അധരം നിൻ സ്തുതി പാടും. എന്നും മനസ്സിൻ്റെ ഉള്ളിൽ നാഥൻ വാസമാക്കിയിടും. പാദം തളരാതെ എന്നും നാഥൻ നയിച്ചിടും.